മക്കളെ എല്ലാ നീറ്റ് എക്സാംസിലും എക്സാമിനേഷൻ ഹാളിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണാറുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാർ ഈ വർഷം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണ്. മറ്റു കുറേ ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മുന്നിലത്തെ വർഷങ്ങൾ എഴുതിയിട്ടുണ്ട്. റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ആയിട്ടുള്ള ആളുകളുണ്ട്. ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിർബന്ധമായിട്ട് ഇത് മുഴുവനായിട്ട് കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. കാരണം അവർക്ക് അറിയില്ലെങ്കിൽ അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു കുട്ടി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ എക്സാമിനേഷൻ ഹാളിൽ ഇത് കരഞ്ഞിറങ്ങി വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. മക്കൾ, നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ കയറാനുള്ള റിപ്പോർട്ടിംഗ് ടൈം നിങ്ങളുടെ എല്ലാവരുടെയും അഡ്മിറ്റ് കാർഡിലുണ്ട്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറേണ്ട റിപ്പോർട്ടിംഗ് ടൈമുണ്ട്. നിങ്ങളെല്ലാവരും ആ ടൈമിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് 1:30ക്കാണ് ഗേറ്റ് അടയ്ക്കുന്നത്. അതിന് മുന്നേ മക്കൾ അവിടെ എത്തണം. 1:30 മണിക്ക് ഗേറ്റ് ക്ലോസ് ആവുന്നതാണോ 1:30 മണിക്ക് ഗേറ്റ് ക്ലോസ് ആവും. അതിന് മുന്നേ ഇനിയിപ്പോൾ ഒപ്പിച്ച് 1:30 ആവാൻ നിൽക്കണ്ട. നിങ്ങളൊരു 11 o'clock 11:30 ആകുമ്പോഴത്തേക്കാണ് എക്സാമിനേഷൻ സെൻറ്ററിൽ എത്താൻ നോക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ വെയിലിലും കാര്യങ്ങളിലൊന്നും പോകാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു തണലുള്ള ഭാഗത്ത് പോയിട്ട് ഇരിക്കാൻ നോക്കുക. ഓക്കെ. അടുത്തത്, പല കുട്ടികൾക്കും അറിയാത്ത കാര്യമാണ് എക്സാമിനേഷൻ ഹാളിൽ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ കയറണമെന്നൊക്കെ ടെൻഷനായിട്ടിരിക്കുന്ന ആളുകൾ. വേണ്ട കേട്ടോ. നിങ്ങളൊരു 12:45 1 ആകുമ്പോഴേക്ക് നിർബന്ധമായിട്ടും മക്കൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുക. എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ തമ്പ് വേണം. നിങ്ങളുടെ മെറ്റൽ ഡിറ്റക്ടറിൽ മെറ്റൽ ഡിറ്റക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നിങ്ങളുടെ ഐറിസ് സ്കാനും കൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സെൻറ്ററിലേക്ക് എത്തുന്നത്. 1 മണിക്ക് നിങ്ങൾ ആ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മക്കളോട് പറയാനുള്ള ഇനി മുതലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഹാളിൽ കയറിക്കഴിഞ്ഞാൽ 1:45 ആകുമ്പോൾ, വീണ്ടും പറയാം 1:45 ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഒരു കവറിനുള്ളിലാണ് ഉണ്ടാവുന്നത്. ആ പ്ലാസ്റ്റിക് എൻവലപ്പിലുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരണം. 1:45 തന്നിട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിർബന്ധമായിട്ടും 1:45 നിങ്ങൾക്ക് അത് കിട്ടേണ്ടതാണ്. 1:45 ആകുമ്പോൾ ആ ബുക്ക്ലെറ്റ് ചോദിച്ചു വേണം. കഴിഞ്ഞ വർഷം 2 മണിക്ക് 2:10 വരെ കൊടുത്ത സെൻറ്ററുകളുണ്ട്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് സൈൻ ചെയ്യിക്കുമ്പോൾ അവിടെ നേരത്തെ എന്നുള്ള രീതിയിൽ തന്നെ സൈൻ ചെയ്ത് വാങ്ങിക്കുന്ന ഇൻവിജിലേറ്റേഴ്സും ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് ചിലപ്പോൾ ആ വരുന്ന ഇൻവിജിലേറ്ററിന് അത് അത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകൾ. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത് ചിലപ്പം ഇൻവിജിലേറ്ററിന് അറിയണമെന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 1:45 എന്നുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ കിട്ടണം, നിർബന്ധമായിട്ട് ചോദിച്ച് വാങ്ങണം. ഓരോ എക്സാമിനേഷൻ ഹാളിൽ ക്ലോക്കുകളുണ്ട്. ക്ലോക്കുകൾ ഓക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം. ആ ക്ലോക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്ലോക്ക് ഉണ്ടാവും. ക്ലോക്കിൽ പ്രോപ്പറായ ടൈമും ഉണ്ടാവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സാമിനറോട് ആദ്യമേ അത് ചൂണ്ടിക്കാണിക്കണം. അങ്ങനെയാണ് ഓരോ സമയത്തും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാൾ എക്സാം തുടങ്ങുന്ന സമയത്ത് ഒരു ബെല്ല് വരും. ഓരോ മണിക്കൂറിൽ ബെല്ലുകൾ വരും. ഹാഫ് ആൻ അവർ ആകുമ്പോൾ ചിലപ്പം എക്സാമിനർ റിമൈൻഡ് ചെയ്യും. അവസാനത്തെ 5 മിനിറ്റ് മുന്നേ അതും നിങ്ങളെ റിമൈൻഡ് ചെയ്യും. ചില ആൾക്കാരുണ്ട് കറക്റ്റ് 5 മണിയാകുമ്പോൾ എക്സാം സ്റ്റോപ്പ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് 4:50 ആകുമ്പോൾ കുട്ടികളോട് OMR വാങ്ങാൻ നോക്കും. 4:50 നിങ്ങൾ OMR കൊടുക്കണ്ട. 5 മണി വരെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. 5 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേപ്പർ കൊടുത്തിട്ട് പോയപ്പോൾ ചില സെൻറ്ററുകളിൽ 5:10 5:15 വരെയൊക്കെ കുട്ടികൾക്ക് OMR കൊടുത്ത സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. ഇത് ഈ ഭാഗ്യമൊന്നും പ്രതീക്ഷിച്ച് ആരും പോകണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 മണിക്ക് മാത്രമേ നമ്മൾ എഴുതുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് OMR കൊടുക്കേണ്ടതുള്ളൂ. വീണ്ടും പറയാം, 1:45 നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് കിട്ടി. 1:50 ആകുമ്പോൾ, ഓക്കെ, 1:50 ആകുമ്പോൾ മക്കൾക്ക് ആ പ്ലാസ്റ്റിക് എൻവലപ്പ് ബ്രേക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് വായിച്ച് നോക്കാനൊക്കെ പറയും. അതൊന്ന് നോക്കുക. താഴെ നിങ്ങളുടെ പേരും റോൾ നമ്പറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിന് ഏറ്റവും ഉള്ളിലായിട്ടാണ് നമ്മുടെ OMR ഉള്ളത്. ആ OMR എടുക്കുക. OMR എടുത്തിട്ട് 2 മണിക്കുള്ളിൽ തന്നെ OMRൽ ബബിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്ത് വെക്കുക. അതായത് ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല കേട്ടോ. OMRൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ കുറേ സാധനമുണ്ട് അല്ലേ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സൈന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കോഡ്, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ബബിൾ ചെയ്ത് വെക്കുക. ഓക്കെ. ഇത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ 2 മണിയാകുമ്പോൾ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കി ആൻസർ എഴുതാൻ തുടങ്ങാം. വീണ്ടും പറയാം, പല ആളുകളും പറയാറുണ്ട് 2 മണിക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് OMR എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പല കുട്ടികളുടെയും അറിവില്ലായ്മ കൊണ്ടാണ് അവർ 2 മണി വരെ വെയിറ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് നഷ്ടപ്പെട്ടു പോയി. എക്സാം 2 മണിക്ക് തുടങ്ങണം. 5 മണി വരെ നമുക്ക് എഴുതാനുള്ള സമയമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇതിനിടയിൽ ചിലപ്പോൾ 2-3 തവണ ഇൻവിജിലേറ്റേഴ്സ് നമ്മളെടുത്ത് വരും. നമ്മളെടുത്ത് തമ്പ് വെക്കാനും നമ്മുടെ ഫോട്ടോ കണക്ട് ചെയ്യാനും അത് സൈൻ ചെയ്യാനും ഇങ്ങനെയൊക്കെ ആയിട്ട്. ആ സമയത്ത് അത് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ അഡ്മിറ്റ് കാർഡും കൊണ്ടല്ലേ പോകുന്നത്. അഡ്മിറ്റ് കാർഡ് കൊണ്ടുവന്നിട്ട്
ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ നമ്മുടെ ഏതോ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളവും കൂടെ ആയിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ വെള്ളവും കൂടെ നിറച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതൊക്കെയായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നൊക്കെ എക്സാമിനറുടെ ഡ്യൂട്ടിയാണ്. അവരെത്തി കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ എഴുതുന്നതിനിടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്പീഡായിട്ട് നിങ്ങളെ കാര്യവും നോക്കുക, ഒപ്പം സൈൻ ചെയ്യാനുള്ള നോക്കുക. 2 മണി മുതൽ 5 മണി വരെ നമുക്ക് എക്സാം എഴുതാനുള്ള സമയം തന്നെയാണ്. 1:50 OMR തരേണ്ടത്, 1:45 നമുക്ക് ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് തരേണ്ടത്. 1:50 നിങ്ങൾക്ക് OMR ഫില്ല് ചെയ്യുക. ഇതിലെനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലീസ്. ഉറപ്പായിട്ടും മക്കൾ നാളെ ഇത് അറിയാതെ പോകരുത്. കുട്ടികൾ ഇത് അറിയാതെ പോയിട്ട് 2 മണിക്ക് എക്സാം തുടങ്ങിയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. പല എക്സാം സെൻറ്ററുകളിൽ നിന്നും കരഞ്ഞിറങ്ങി വരുന്ന കുറേ കുട്ടികൾ നമ്മൾ കാണാറുണ്ട് ഈ വിഷമങ്ങളെ ചൊല്ലിയിട്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ കരയുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ഡ്രസ് കോഡുകളും വേണ്ട ഡോക്യുമെൻസും എല്ലാം പ്രോപ്പറായിട്ട് പാലിക്കണം. തലേ ദിവസം തന്നെ വേണ്ടതെല്ലാം എടുത്തു വെച്ചിട്ട് തലേദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എക്സാമിന് പോവാം. ഓക്കെ മക്കളെ, നല്ല എക്സാം ആയിരിക്കും. മെയ് 3 നിങ്ങളുടെ ദിവസം തന്നെയായിരിക്കും. നന്നായിട്ട് എക്സാം എഴുതുക. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.